എണ്ണ നിറച്ച കരണ്ടി, ദ ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോ ലോകപ്രശസ്ത സാഹിത്യകാരൻ. 1947 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ജനിച്ചു. നോവലിസ്റ്റ്, നാടകകൃത്ത്, സംവിധായകൻ, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. പ്രധാന കൃതികൾ ദ പിൽഗ്രിമേജ്, ദ ആൽക്കെമിസ്റ്റ്, ബ്രിഡ, 11 മിനിറ്റ്സ്, ദ ഫിഫ്ത്ത് മൗണ്ടൻ തുടങ്ങിയവ. രമാ മേനോൻ. ആൽക്കെമിസ്റ്റ് എന്ന നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രമാ മേനോനാണ്. പോർച്ചുഗീസ് ഭാഷയിലാണ് ഈ നോവൽ രചിക്കപ്പെട്ടത്. ലോകത്തിലെ 67 ഭാഷകളിലേക്ക് ഈ നോവൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോ ആട്ടിൻപറ്റങ്ങളെ മേയിച്ച് നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയബാലൻ്റെ കൈപിടിച്ച് ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഒരു സ്വപ്നത്തിൻ്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയബാലൻ നടത്തുന്ന യാത്രയാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന നോവൽ. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ അവൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര. ഐഹിക ജീവിതത്തിന് ദൈവികമായ സൗന്ദര്യം നൽകുന്ന വഴിയാണ് ലോകപ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടേത്. വായനക്കാരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നു ആൽക്കെമിസ്റ്റ് എന്ന കൃതി. തൻ്റെ യാത്രക്കിടയിൽ ചിത്രശലഭം, ജിപ്സി സ്ത്രീ, വൃദ്ധൻ തുടങ്ങി പലരെയും സാന്റിയാഗോ കണ്ടുമുട്ടുന്നു. ഇതിൽ വൃദ്ധൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് പാഠഭാഗം. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ അതികഠിനമായി ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്താൽ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഈ ലോകം തന്നെ നമ്മെ സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് സാന്റിയാഗോയിലൂടെ പൗലോ കൊയ്ലോ വായനക്കാരിലേക്ക് പകർന്നു നൽകുന്നത്. പാഠഭാഗം. സന്തോഷത്തിൻ്റെ രഹസ്യമറിഞ്ഞു വരാൻ ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. 40 ദിവസം അലഞ്ഞു നടന്ന് അവൻ ജ്ഞാനിയുടെ കൊട്ടാരം കണ്ടുപിടിച്ചു. അവൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥലവും അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജ്ഞാനി സന്യാസി. അദ്ദേഹം ഒരു മുനിയായിരുന്നില്ല. സന്യാസികളുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട കാഴ്ചകളായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നതും. കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരമായിരുന്നു അത്. നല്ല തിരക്ക്. അവിടെ ഉത്സവ അന്തരീക്ഷമായിരുന്നു. മൃദുല മനോഹരമായ തുകൽത്താളുകളുള്ള ഗ്രന്ഥപ്പുര. ഒരു മേശത്ത് രുചികരമായ വിഭവങ്ങൾ, മറ്റൊരു സ്ഥലത്ത് ഗാനമേള. പലതരത്തിലുള്ള ആളുകൾ വന്നു പോകുന്നു, ഉത്സാഹത്തോടെ സംസാരിക്കുന്നു. അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. വലിയ തളികകളിൽ ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ. ജ്ഞാനി ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നു. ജ്ഞാനിയോട് സംസാരിക്കാൻ കച്ചവടക്കാരൻ്റെ മകന് 2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. സന്തോഷത്തിൻ്റെ രഹസ്യമറിയണമെന്ന തൻ്റെ ആഗമനോദ്ദേശം ജ്ഞാനിയെ അറിയിച്ചു. തിരക്കായത് കാരണം 2 തുള്ളി എണ്ണ നിറച്ച കരണ്ടി അവൻ്റെ കയ്യിൽ പിടിച്ച് അവനോട് കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ടുവരാൻ ആവശ്യപ്പെട്ടു. നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം എന്ന നിർദ്ദേശവും നൽകി. എണ്ണ തുളുമ്പാതെ സൂക്ഷിച്ചു നടന്നതുകൊണ്ട് കൊട്ടാരത്തിലെ ഭംഗികൾ അവന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനിയുടെ ചോദ്യങ്ങൾക്ക് അവന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലെ സൗന്ദര്യം നന്നായി കണ്ടുവരാൻ ജ്ഞാനി അവനോട് വീണ്ടും ആവശ്യപ്പെട്ടു. ആ സ്പൂണും 2 തുള്ളി എണ്ണയും കയ്യിലുണ്ടായിരുന്നെങ്കിലും അവൻ കൊട്ടാരം വിസ്തരിച്ച് കണ്ടു. തട്ടിലും ചുമരിലുമുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, സൗന്ദര്യാവബോധത്തോടെ ഒരുക്കിയ തോട്ടം. ജ്ഞാനിയുടെ മുൻപിലെത്തിയ ബാലൻ കാഴ്ചകളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കരണ്ടിയിലെ എണ്ണ നഷ്ടപ്പെട്ടിരുന്നു. കഥയിലൂടെ വൃദ്ധൻ പറഞ്ഞു കൊടുത്ത പാഠം ഇതായിരുന്നു: ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഉള്ളിലെ വെളിച്ചം, നന്മ സ്വയം കണ്ടെത്താൻ സഹായിക്കുകയാണ് ജ്ഞാനി ചെയ്തത്. മറ്റു സന്യാസിമാർ തത്വങ്ങൾ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇടയൻ്റെ മോഹം നാടുചുറ്റി കാഴ്ച കാണലായിരിക്കാം. അപ്പോഴും അവൻ്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ തന്നെയുണ്ടാകണം. സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിക്കുമ്പോഴും
ജീവിത മൂല്യങ്ങൾ കൈവെടിയരുത്. അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. മനസ്സിൻ്റെ നന്മ, വിശുദ്ധി, സ്നേഹം, കാരുണ്യം, കരുണ, വ്യക്തിബന്ധങ്ങൾ, പാരമ്പര്യം, സംസ്കാരം, കടമകൾ, ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത, ശുഭാപ്തിവിശ്വാസം, വ്യക്തിത്വം, തനിമ എന്നിവയിലെല്ലാം അടിയുറച്ച ജീവിത രീതിയിൽ സന്തോഷം സ്വാഭാവികമായി വന്നുചേരും. താരതമ്യക്കുറിപ്പ്. തന്നിരിക്കുന്ന രചനാഭാഗങ്ങളെ അടിസ്ഥാനമാക്കി സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തി ഉചിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് താരതമ്യക്കുറിപ്പ്. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. പൗലോ കൊയ്ലോ. ഏതു ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വിഷുക്കണി, വയലോപ്പള്ളി ശ്രീധരമേനോൻ. ജീവിതമൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് രണ്ടിലും സൂചിപ്പിക്കുന്നത്. എണ്ണ നിറച്ച കരണ്ടയിൽ ഓരോരുത്തരും ജീവിതം ആസ്വദിക്കുമ്പോഴും മൂല്യങ്ങളും സംസ്കാരവുമൊക്കെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേസമയം യന്ത്രവൽകൃത ലോകത്തിൽ കഴിയുമ്പോഴും ഗ്രാമത്തിൻ്റെ നന്മയും വിശുദ്ധിയും മണവും സ്നേഹബന്ധങ്ങളും മനസ്സിൽ സൂക്ഷിക്കണമെന്നാണ് വിഷുക്കണിയിൽ വയലോപ്പള്ളിയും സൂചിപ്പിക്കുന്നത്. പ്രത്യാശ കൊടുക്കുന്നതിനോടൊപ്പം ജീവിത മൂല്യങ്ങളെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എണ്ണ നിറച്ച കരണ്ടിയിൽ എണ്ണയും കരണ്ടിയുമാണ് പ്രതീകങ്ങളായിട്ടുള്ളത്. വിഷുക്കണിയിൽ കൊന്നപ്പൂവും മാത്രമാണ് പ്രതീകം. ദൂസര സങ്കല്പം, ഗ്രാമത്തിൻ്റെ വെളിച്ചം എന്നീ പ്രതീകങ്ങൾ കവിതയ്ക്ക് പുതിയ മാനം നൽകുന്നു. കൊന്നപ്പൂ പ്രത്യാശയുടെ പ്രതീകമാണ്. എണ്ണയ്ക്ക് സ്നേഹമെന്നും അർത്ഥമുണ്ട്. മനസ്സിൻ്റെ സ്നിഗ്ധതയും നൈർമല്യവുമാണ് കരണ്ടിയിലെ എണ്ണ ഓർമ്മിപ്പിക്കുന്നത്. പുറം ലോകത്തെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകളിലും സുഖഭോഗങ്ങളിലും മുങ്ങുമ്പോഴും കൊച്ചു മനസ്സിലെ നന്മയുടെ വെട്ടം കാത്തു സൂക്ഷിക്കുക എന്ന് എണ്ണ നിറച്ച കരണ്ടി നമ്മോട് പറയുന്നു. നഗര സംസ്കൃതിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴും ഗ്രാമസംസ്കൃതിയുടെ വിശുദ്ധിയും പ്രതീക്ഷയും മനസ്സിലുണ്ടാവണമെന്ന് വയലോപ്പള്ളിയും പറയുന്നു. ഇടയ ബാലൻ്റെ കടമ ആടുമേയ്ക്കലാണ്. തൻ്റെ കടമ മറക്കരുത്. ഭ്രമിപ്പിക്കുന്ന പുറം കാഴ്ചകളിൽ അഭിരമിക്കുമ്പോഴും കടമ മറക്കാതിരിക്കണം. വ്യക്തിത്വം, തനിമ, ആത്മാർത്ഥത എന്നിവ കൈമോശം വരാതെ നോക്കണം. പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് ലൗകിക സുഖങ്ങളിൽ മുങ്ങിത്താഴുന്നത്. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കുമ്പോഴും കൈവശമുള്ള കരണ്ടിയും 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണമെന്നും അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യമെന്നും ജ്ഞാനിയായ വൃദ്ധൻ പറയുന്നു. ദ ആൽക്കമിസ്റ്റ് എന്ന പ്രശസ്ത കൃതിയിലെ താക്കോൽ വാക്യം തന്നെ ഇതാണ്. സാന്റിയാഗോ എന്ന ആട്ടിടയൻ്റെ നിധി തേടിയുള്ള പ്രതീകാത്മകമായ യാത്രയിലൂടെ ജീവിതത്തിൻ്റെ സാരവും സത്തയും അന്വേഷിക്കുന്ന ഒരു രചനയായി ആൽക്കമിസ്റ്റ് മാറുന്നു. ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര. അപൂർണക്രിയ, പൂർണ്ണക്രിയ. ഒരു പ്രവൃത്തിയെയോ ഒരു അവസ്ഥയെയോ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ എന്ന് പറയുന്നത്. അപൂർണക്രിയയെ പറ്റുവിന എന്നും കൂടി പറയുന്നു. ഒരു പദത്തെ ആശ്രയിച്ചോ അതിന് കീഴടങ്ങിയോ നിൽക്കുന്ന ക്രിയയാണ് അപൂർണക്രിയ. ഉദാഹരണം: വന്ന, കണ്ട, പോയ, എഴുതിയ, പാടിയ ഇവയൊന്നും പൂർണ്ണമല്ല. മറ്റൊരു പദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന പദമാണ് അപൂർണ ക്രിയ എന്ന് പറയുന്നത്. ഇനി പൂർണ്ണക്രിയ, അതിന് മുറ്റുവിന എന്നാണ് പറയുന്നത്. ഒരു പദത്തെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ക്രിയയാണ് പൂർണ്ണക്രിയ. വന്നു, കണ്ടു, പോയി, എഴുതി, ചാടി ഇവയ്ക്കൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ പൂർണ്ണക്രിയകളാണ്. ഉദാഹരണങ്ങൾ നോക്കാം. പൂർണ്ണക്രിയ വന്ന കുട്ടി. അപൂർണക്രിയ വന്ന കുട്ടി, അതിലെ പൂർണ്ണക്രിയ കുട്ടി വന്നു. കണ്ട കാഴ്ച, കാഴ്ച കണ്ടു. പോയ കാലം, കാലം പോയി. പാടിയ പാട്ട്, പാട്ട് പാടി. കുടിച്ച വെള്ളം, വെള്ളം കുടിച്ചു. എഴുതിയ കത്ത്, കത്തെഴുതി. ഓടിയ ഓട്ടം, ഓട്ടം ഓടി. കഴിഞ്ഞ കാലം, കാലം കഴിഞ്ഞു. ഒടിഞ്ഞ കാല്, കാലൊടിഞ്ഞു. വായിച്ച പത്രം, പത്രം വായിച്ചു. അപ്പോൾ പൂർണ്ണക്രിയയും അപൂർണക്രിയയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും.